ഹായ് ഫ്രണ്ട്സ്, ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് സ്റ്റഡി പ്രകാരം ഇന്ന് ഇന്ത്യയിലെ മരണങ്ങളിൽ 60% ക്രിട്ടിക്കൽ ഇൽനസ് അഥവാ ഗുരുതര രോഗങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിൽ ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ലിവർ സിറോസിസ്, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഒരു മുന്നറിയിപ്പും കൂടാതെ കടന്നുവരുന്ന ഈ ഗുരുതര രോഗങ്ങളുടെ ചികിത്സകൾ വളരെ ദൈർഘ്യമേറിയതും ചെലവേറിയതുമാണ്. ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതിന്റെ ഫിനാൻഷ്യൽ എക്സ്പെൻസ്. ഇവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസിൽ ഒരു ക്രിട്ടിക്കൽ ഇൻഷുറൻസിന്റെ പ്രസക്തി വരുന്നത്. എന്താണ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് എന്നും പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് ഈയിടെ പുറത്തിറക്കിയ ക്രിട്ടി പ്രൊട്ടക്ട് എന്ന ക്രിട്ടിക്കൽ ഇൽനസ് പ്ലാനിന്റെ ഡീറ്റെയിൽ റിവ്യൂമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻ അറ്റ് കറക്റ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ആദ്യമായി, എന്താണ് ക്രിട്ടിക്കൽ ഇൽനസ്? ഒരു ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി ഉടമയ്ക്ക് ആ പോളിസിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനസ് അഥവാ ഗുരുതര രോഗങ്ങൾ രോഗനിർണയം ചെയ്താൽ ആ പോളിസിയിലുള്ള എൻഡയർ സം ഇൻഷുർഡ് ഒറ്റത്തവണയായി പോളിസി ഹോൾഡർക്ക് നൽകുന്നു. ഇതിനെയാണ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന തുക പോളിസി ഹോൾഡർക്ക് പ്രതിമാസ ചെലവുകൾ, വരുമാന നഷ്ടം, മെഡിക്കൽ എക്സ്പെൻസസ് എന്നിവ നികത്താൻ സഹായിക്കുന്നു. ഇനി അടുത്തതായി ന്യൂ ഇന്ത്യ അഷുറൻസ് ഈയിടെ പുറത്തിറക്കിയ ക്രിട്ടി പ്രൊട്ടക്ട് എന്ന ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പ്ലാനിന്റെ ഫീച്ചേഴ്സ്, പ്രൈസിംഗ് എന്നിവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഈ പ്ലാൻ ക്രിട്ടി പ്രൊട്ടക്ട് എന്ന ഈ പ്ലാൻ 4 വേരിയന്റ് ആയിട്ട് അവൈലബിൾ ആണ്. 9 ക്രിട്ടിക്കൽ ഇൽനസ് കവർ ചെയ്യുന്ന ഒരു വേർഷൻ, 18 ക്രിട്ടിക്കൽ ഇൽനസ്, 25 ക്രിട്ടിക്കൽ ഇൽനസ് ആൻഡ് 41 ക്രിട്ടിക്കൽ ഇൽനസ്. നമ്മുടെ കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ചിട്ട് ഇതിൽ ഏത് പ്ലാൻ വേണമെങ്കിലും കസ്റ്റമറിന് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, സം ഇൻഷുർഡ് ആണ്. 5 lakh to 50 lakhs വരെയുള്ള സം ഇൻഷുർഡ് കസ്റ്റമറിന് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 5 lakhs, 5 lakhs, 10 lakhs, 15 lakhs അങ്ങനെ പോകുന്നു. നെക്സ്റ്റ് പോയിന്റ്, കവറേജ് ടൈപ്പ് ആണ്. കവറേജ് ടൈപ്പ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ പ്ലാനിൽ ഓഫർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫാമിലി ഫ്ലോട്ടർ ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ. സപ്പോസ് ഒരു കസ്റ്റമർക്ക് ഒരു പ്ലാനിൽ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കവറേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, പോളിസി പീരീഡ് ആണ്. 1 year, 2 year, 3 year ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഇയർലി മോഡ്സിൽ വേണമെങ്കിൽ നമുക്ക് അപ്ഫ്രണ്ട് പ്രീമിയം നമുക്ക് ഈ പ്ലാനിൽ അടയ്ക്കാവുന്നതാണ്. 2 year, 3 year പ്ലാൻ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്ഫ്രണ്ട് പ്രീമിയം നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ we will get a discount on premium. നെക്സ്റ്റ് പോയിന്റ്, എൻട്രി ഏജ് ആണ്. 18 to 65 ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ മിനിമം എൻട്രി ഏജ് ആൻഡ് മാക്സിമം എൻട്രി ഏജ് എന്ന് പറയുന്നത്. 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഇന്ത്യൻ റെസിഡൻസ് ആർ ഓൺലി പെർമിറ്റഡ് ടു ടേക്ക് ദിസ് പ്ലാൻ. അതായത് നോൺ റെസിഡൻസ് ഇന്ത്യൻസിന് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അത് ഈ ഒരു പ്ലാനിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കൊന്ന് വിലയിരുത്താം. നെക്സ്റ്റ് ഓപ്ഷൻ, പേയ്മെന്റ് മോഡ് ആണ്. പേയ്മെന്റ് മോഡ് ഇയർലി ഓപ്ഷൻസിലാണ് ഈ പ്ലാനിൽ. സപ്പോസ് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ ഇയർലി വി നീഡ് ടു മേക്ക് ദ പ്രീമിയം. നെക്സ്റ്റ് പോയിന്റ്, റിന്യൂവൽ എബിലിറ്റി ആണ്. വൺസ് നമ്മൾ ഈ പ്ലാനിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പ്ലാൻ ഈസ് ഓഫറിംഗ് എസ് എ ലൈഫ് ലോങ് കവറേജ്, ലൈഫ് ലോങ് റിന്യൂവൽ കവറേജ്. നെക്സ്റ്റ് പോയിന്റ്, ടെറിട്ടോറിയൽ ലിമിറ്റ്സ് ആണ്. ദിസ് പ്ലാൻ ഈസ് ഓഫറിംഗ് എസ് എ വേൾഡ് വൈഡ് കവറേജ്. ഈ പ്ലാൻ എടുത്തതിന് ശേഷം ലോകത്ത് എവിടെ ആണെങ്കിലും നമുക്ക് അതിന് കവറേജ്, പരിരക്ഷ നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, സം ഇൻഷുർഡ് ഓഫേർഡ്. ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്സ്, നമ്മൾക്ക് ഒരു റെഗുലർ സാലറി ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ റെഗുലർ ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 12 times ഓഫ് ആനുവൽ ഇൻകം നമുക്ക് സം ഇൻഷുർഡ് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്, സബ്ജക്ട് ടു മാക്സിമം ഓഫ് 50 lakhs. നെക്സ്റ്റ്, നോൺ ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്, നമുക്ക് റെഗുലർ ആയിട്ട് ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ഫോർ എക്സാമ്പിൾ ഹൗസ് വൈഫ്, സ്റ്റുഡൻസ്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാക്സിമം സം ഇൻഷുർഡ് വിച്ച് ദേ ക്യാൻ ടേക്ക് ഈസ് 15 lakhs, 15 lakhs നമുക്ക് സം ഇൻഷുർഡ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇൻകം പ്രൂഫ് ഈസ് മാൻഡേറ്ററി ഫോർ സം ഇൻഷുർഡ് ഓഫ് 25 lakhs above. 25 ലക്ഷം മുകളിലുള്ള സം ഇൻഷുർഡ് ചൂസ് ചെയ്യണമെങ്കിൽ ഇൻകം പ്രൂഫ് മാൻഡേറ്ററി ആയിട്ട് പോളിസി ഹോൾഡർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. ഈ പ്ലാനിന്റെ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 90 days ആണ്. ഈ പ്ലാൻ എടുത്ത് എൻഫോഴ്സ് ആയതിനു ശേഷം 90 days, 90 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് ലഭിക്കുന്നതുള്ളൂ. അടുത്തത് പോയിന്റ്, സർവൈവൽ പീരീഡ് ആണ്.
സാധാരണ ഒരു ക്രിട്ടിക്കൽ പ്ലാനിൽ ഒരു ഗുരുതര രോഗം ഡയഗ്നോസ് ചെയ്താൽ ആ വ്യക്തി ഒരു നിശ്ചിത ദിവസം ജീവിച്ചിരുന്നാൽ മാത്രമേ ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. എന്നാൽ ക്രിട്ടി പ്രൊട്ടക്ട് എന്ന ഈ പ്ലാനിൽ സർവൈവൽ പീരീഡ് 0 ആണ്. അങ്ങനെ ഒരു കണ്ടീഷനുമില്ല. പക്ഷെ അസുഖം ഡയഗ്നോസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പോളിസി ഹോൾഡർ ജീവിച്ചിരിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്ലാനിലെ മേജർ എക്സ്ക്ലൂഷൻസ്, 2 എക്സ്ക്ലൂഷൻസ് ആണ് ഈ പ്ലാനിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, എനി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അലൈൻമെന്റ് ഓർ ഡിസീസസ് ഓർ റിലേറ്റഡ് ടു കണ്ടീഷൻസ് അറൈസിംഗ് ഫ്രം ഇറ്റ്. നമ്മൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്തെങ്കിലും സഫർ ചെയ്യുകയാണെങ്കിൽ that conditions will not be covered under this policy. Secondly, ഇനിഷ്യൽ 90 days, ഈ പോളിസി ഇൻഫോഴ്സ് ആയതിനു ശേഷം 90 ദിവസത്തിനുള്ളിൽ വരുന്ന അസുഖങ്ങൾക്ക് ഈ ഇൻഷുറൻസിൽ പരിരക്ഷ ലഭിക്കുന്നതല്ല. These are the 2 major exclusions under this policy. Next point, പ്രീ മെഡിക്കൽ ചെക്കപ്പ് ആണ്. പോളിസി എടുക്കുന്ന വ്യക്തിക്ക് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഒന്നുമില്ല, പെർഫെക്റ്റ് ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ 45 വയസ്സ് വരെ 20 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡ് വിത്തൗട്ട് എനി പ്രീ മെഡിക്കൽ ചെക്കപ്പ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കേസിലും പ്രീ മെഡിക്കൽ ചെക്കപ്പ് മാൻഡേറ്ററി ആണ്. അടുത്തതായി നമുക്ക് ഈ പോളിസിയിലെ പ്രൈസിങ് എങ്ങനെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർ എൻ എക്സാമ്പിൾ, സം ഇൻഷുർഡ് ഇവിടെ എടുത്തിരിക്കുന്നത് 10 lakhs ആണ്. ഏജ് സ്ലാബ് ഇസ് 31 to 35. 9 ക്രിട്ടിക്കൽ ഇൽനസ് കവർ ചെയ്യുന്ന പ്ലാൻ, ദ പ്രീമിയം ഇസ് 1960. 18 ക്രിട്ടിക്കൽ ഇൽനസ് 2130. 25 ക്രിട്ടിക്കൽ ഇൽനസ് 2200 rupees. And 41 critical illness cover ചെയ്യുന്ന പ്ലാനിൽ the premium is 2500. സെയിം സം ഇൻഷുർഡ് 10 lakh സം ഇൻഷുർഡ് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് 41 to 45 ഏജ് സ്ലാബ് എടുക്കുകയാണെങ്കിൽ 9 ക്രിട്ടിക്കൽ ഇൽനസ് വരുന്ന പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ the premium is 4130. 18 critical illness 4810. 25 critical illness 5010. And 41 critical illness 5930. Here comes my personal recommendation. ക്രിട്ടിക്കൽ ഇൽനസ് അഥവാ ഗുരുതര രോഗങ്ങൾ ഇന്ത്യയിൽ അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവ നമ്മുടെ ജീവിത ശൈലിയെയും സമ്പാദിക്കാനുള്ള കഴിവിനെയും സാരമായി ബാധിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിന്റെ മനസ്സമാധാനത്തിനും സമ്പത്തിനും ഒരു പരിപൂർണ പ്രൊട്ടക്ഷൻ ഉറപ്പുതരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ക്രിട്ടി പ്രൊട്ടക്ട് എന്ന ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പ്ലാൻ പ്രീമിയം വൈസും ഫീച്ചേഴ്സ് വൈസും ഒരു മികച്ച പ്ലാൻ തന്നെയാണ്. ഈ പ്ലാനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.